ഹലോ. അങ്ങനെ പൊന്മാൻ കണ്ടിരിക്കുകയാണ്. ആഴ്ചയ്ക്ക് പടം ഇറക്കിക്കൊണ്ടിരിക്കുന്ന ബേസിൽ ജോസഫിന്റെ ഏറ്റവും പുതിയ ചിത്രം പൊന്മാൻ. പേര് പോലെ തന്നെ ഇതിന് ഭയങ്കര പ്രസക്തിയാണ്. പൊന്നിന്, തങ്കം, സ്വർണം, അതാണ് ഈ പൊന്മാൻ എന്നുള്ള പൊന്നു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, പണ്ട് തൊട്ടേ നടപ്പിലാക്കി കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ്. അത് നിർത്തലാക്കി എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും കൊടുക്കാനും വാങ്ങുകയൊക്കെ ചെയ്യുന്നത് കുറ്റമാണെന്ന് പറഞ്ഞാലും പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. ആ ഒരു വിഷയത്തെ ഒരു ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന, ആ ഒരു വിഷയത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു ചിത്രമാണത്. ഇതൊരു 4-5 ചെറുപ്പക്കാർ എന്ന പേരിൽ ഇറങ്ങിയ ഒരു നോവലുണ്ട്. ആ നോവലിനെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര സ്ലോ പേസിൽ, ഒരു പതുങ്ങിയ താളത്തിലാണ് ഈ പടം പോകുന്നത്. അതുകൊണ്ട് ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, ഇഷ്ടപ്പെടുന്നവരുമുണ്ട്. അപ്പം ഈ പുതിയ തലമുറയ്ക്കൊന്നും ചിലപ്പോൾ ഇത് അങ്ങോട്ട് ദഹിക്കണമെന്നില്ല. ഞാൻ കാണാൻ പോയപ്പോൾ തന്നെ കുറേ പയ്യന്മാരുണ്ടായിരുന്നു. പയ്യന്മാരൊക്കെ ഇരുന്ന് പറയുകയുണ്ടായി, ഇഷ്ടപ്പെടുന്നില്ല, ലാഗാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതാണ് ഈ പടത്തിന്റെ പ്രത്യേകത തന്നെ അതാണ്. ആ നോവലിനെ ആസ്പദമാക്കി റിയൽ സ്റ്റോറിനെ ബേസ് ചെയ്തെടുത്തിരിക്കുന്ന പടം. ഈ റിയൽ സ്റ്റോറി എടുക്കുമ്പോൾ തന്നെ ഈ സ്ലോ പേസ് മോഡിലാണ് പടം എടുക്കാൻ പറ്റുന്നത്. കൊമേഴ്ഷ്യൽ ടച്ചാക്കി കുളമാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പടം ആസ്വാദനത്തിന് ബാധിക്കുക, ആ നോവലിന് എതിരാവും. അതുകൊണ്ട് ഈ പടത്തിന്റെ ആദ്യത്തെ ഒരു അരമണിക്കൂർ തന്നെ നോവൽ എടുത്തിട്ടുള്ളൂ. ബാക്കി എഴുത്തുകാരന്റെ ഭാവനയിൽ എഴുതിയതെന്നാണ് ബേസിൽ ജോസഫ് തന്നെ ഒരു ഇന്റർവ്യൂ പറഞ്ഞത്. എന്നിരുന്നാൽ കൂടിയും അതിമനോഹരമായിട്ട് തന്നെ അത് ദൃശ്യവൽക്കരിച്ചിട്ടുണ്ട്. നമ്മുടെ കൊല്ലത്തെ മൺറത്തുരുത്ത് എല്ലാം അടിപൊളിയായിട്ട് നമുക്ക് ആ സീൻസൊക്കെ അടിപൊളിയാണ്. കാണാൻ തന്നെ എന്ത് രസം പറയാം, നല്ല ഭംഗിക്കാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഒരു കൊല്ലങ്ങൾക്ക് വേണ്ടി ഒരു പാട്ടും പടത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതും കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പടത്തിലേക്ക് വരുമ്പോൾ പടത്തിലെ എല്ലാ ക്യാരക്ടേഴ്സും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരെ റോള് അത് അവർ പെർഫോം ചെയ്യല്ല, അത് ആ നാട്ടിൽ അവരെങ്ങനായിരിക്കും അതുപോലെ അങ്ങ് ജീവിച്ച് കാണിക്കാറുണ്ട്. ബേസിലെ ക്യാരക്ടർ ഉണ്ടല്ലോ, കിടിലം. ഞാൻ ഇതുവരെ കണ്ടതിൽ പുള്ളി ചെയ്തതിലുള്ള ഒരു ബെസ്റ്റ് കിടിലം ക്യാരക്ടർ എന്ന് പറയാം. അതുപോലത്തെ ക്യാരക്ടർ കിടിലം. പുള്ളി ഇതുവരെ ചെയ്തേക്കുന്ന കണക്കത്തെ കോമഡി പീസ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല ഇതിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു അടിപൊളി ക്യാരക്ടറാണ്. പടം കണ്ടു നോക്കി എല്ലാവർക്കും മനസ്സിലാവും, അടിപൊളി ക്യാരക്ടർ. പിന്നെ നമ്മുടെ അമ്പാനൊക്കെ കിടിലം. മരിയാനോ പുള്ളിയുടെ ക്യാരക്ടറിന്റെ പേര്. ബേസിലിന്റെ പി അജേഷ്. ക്യാരക്ടേഴ്സ് എല്ലാം പേര് എല്ലാം നോവലിലുള്ള അത് തന്നെയാണ് കൊടുത്തേക്കുന്നത്. എല്ലാവരും നായികയായാലും എല്ലാവരും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. നല്ല രസത്തിന് നമ്മൾ ഈ പടം കാണേണ്ട ഒരു മൈൻഡാണ്. ആ മൈൻഡിൽ ഈ പടത്തിനെ സമീപിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് നല്ല എൻജോയബിൾ ആയിട്ട് കണ്ടിരുന്ന് തീർക്കാവുന്ന 2 മണിക്കൂർ പടമേ ഉള്ളൂ. പക്ഷേ സ്ലോ പേസ് ആണ്. ആ നോവലിനെ ബേസ് ചെയ്ത് റിയൽ സ്റ്റോറി ബേസ് ചെയ്ത് എടുക്കുന്നതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയാണ് നമ്മൾ പടം കാണണം. അല്ലാതെ പോയി ഇത് കാണുവാണെങ്കിൽ ഈ പടം എന്തോന്നില്ല, ഇത് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല, ആർക്കും ഇഷ്ടപ്പെടത്തില്ല, അത് ഉറപ്പാണ്. പടം കാണേണ്ട രീതിയിൽ പടത്തെ സമീപിക്കുക. അങ്ങനെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിരിക്കാവുന്ന ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു പരിപാടിയാണ്. ഈ സ്ത്രീധനത്തിൻ്റെയൊക്കെ പരിപാടി എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഭംഗിയായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ പാർട്ടി എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ അവന്മാരുണ്ട്. അവന്മാർക്ക് കിട്ടും നല്ലൊരു ഇത് കൊടുക്കുന്നുണ്ട്. അണികളായിട്ട് നടക്കുമല്ലോ എന്തുണ്ടെങ്കിലും പാർട്ടി, അങ്ങനെ അവർക്കും ഇതിനകത്തൊരു നല്ലൊരു പരിപാടി കാണിക്കുന്നുണ്ട്. പാർട്ടി ഒരു വിഷയം വന്നാൽ കൂടെ നിൽക്കുന്ന സിറ്റുവേഷൻസ് കാര്യങ്ങളല്ല. ഇതൊക്കെ കണ്ടിട്ടെങ്കിലും കുറച്ച് പേരൊക്കെ നന്നായെങ്കിൽ കൊള്ളായിരുന്നു എന്ന് എനിക്ക് ആ പടം കണ്ടപ്പോൾ തോന്നി. അപ്പോൾ അത്രേ ഉള്ളൂ പൊന്മാൻ്റെ വിശേഷം. തങ്കം മനിതൻ, തങ്കം സാർ.